ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ വേറെ ഒന്നുമല്ല, ടോണറാണ്. അതും പ്ലമ്മിൻ്റെ ടോണറാണ്. അതൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ പ്ലമ്മിൻ്റെ നിയാസിനമൈഡിൻ്റെ സിറം ആണ് ആദ്യം യൂസ് ചെയ്യുന്നത്. സിറം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിറമാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്നെയുടെ സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫെയ്ഡ് ആവും. പിന്നെ ഇത് കോംബോ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വിറ്റമിൻ സിയുടെ സിറമാണ്. ഇതും പ്ലമ്മിൻ്റെ തന്നെയാണ്. ഇത് രണ്ടും ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സിറങ്ങളാണ് കേട്ടോ. ഇത് രണ്ടും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്നെ സ്കാർസ് ഒക്കെ പോകാൻ വളരെ നല്ലതാണ് ഇത് രണ്ടും കോംബോ എന്ന് പറയുമ്പോൾ. അതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബിഫോർ മോയ്സ്ചറൈസർ. എൻ്റെ മോയ്സ്ചറൈസർ റിക്വലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ റിക്വലിൻ്റെ മോയ്സ്ചറൈസേഴ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ബട്ട് ദിസ് വൺ ഇസ് റിയലി ഗുഡ്. ഈ മോയ്സ്ചറൈസർ ആക്ച്വലി ഇത്തിരി തിക്കാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ് വൺ ഗൈസ്. സൺസ്ക്രീൻ ഇല്ലാതെ എവിടെയും പോകരുത്, കാര്യം ടാൻ അടിച്ച് പണ്ടാരം അടങ്ങും. ദിസ് ടൈം ഞാൻ SPF 70 ഉള്ള ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആക്ച്വലി SPF 70 ഉള്ള സൺസ്ക്രീൻസ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ദിസ് വൺ ഇസ് ഫ്രം ബഞ്ചാരാസ്. എത്ര പേര് ഈ സൺസ്ക്രീനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇതൊരു മസ്റ്റ് ട്രൈ ആണ് ഗൈസ്, ബിലീവ് മീ. നെക്സ്റ്റ് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് ദ പ്രൊഡക്റ്റ് ഇസ് ഫ്രം മാസ്. ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ്. ഇത് ഞാൻ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ലിപ്സ്റ്റിക്സ് ഒരുപാട് യൂസ് ചെയ്യെങ്കിലും ഞാൻ ലിപ്പ് ലൈനേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബട്ട് ദിസ് വൺ റിയലി സ്യൂട്ട്സ് മീ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാമ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ലോങ് സ്റ്റേ ആണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ദ ഷെയ്ഡ് ഇസ് കാർണേഷൻ ന്യൂഡ്. ഇതിൽ അവക്കാഡോ ആൻഡ് വിറ്റമിൻ സി ഉണ്ടെന്നൊക്കെ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ബ്ലഷിനും ഐ ഷാഡോയ്ക്കും പകരമായിട്ട് ഞാൻ റോമൻകോടെ ഒരു ടിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് പാർട്ട്, ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ ഗൈസ്. അപ്പോൾ ഫേസിലെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഐലൈനർ എഴുതാനൊന്നും ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് മസ്കാര മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ മസ്കാരയ്ക്ക് ഫോൾസ് ഐലാഷസ് വെച്ച റിസൾട്ടാണ് ഗൈസ്. ആൻഡ് ഈ മസ്കാര മാസിൻ്റെതാണ് ഗൈസ്. ഇത് ജസ്റ്റ് 1 കോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് കോട്ടും കൂടെ കഴിയുമ്പോഴത്തേനും ഫോൾസ് ഐലാഷസ് വെച്ച പോലെയൊക്കെ തോന്നും. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ജീൻസും ഈ ചെക്ക് ഷർട്ടുമാണ് ഗൈസ്. ഇതാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇടുന്നത്. നിങ്ങളും കൂടെ കണ്ടോട്ടെന്ന് ഞാൻ കരുതി. പുറത്ത് നല്ല ചൂടാണ് ഗൈസ്, അതുകൊണ്ട് ഇത്തിരി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് എനിക്കിഷ്ടം. ഈ ഷർട്ട് ഓൾമോസ്റ്റ് എൻ്റെ കൈ വന്നിട്ട് ഒരു 3 years എങ്കിലും ആയി കാണും, ബട്ട് ആ ടൈമിലൊന്നും എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എനിക്കിത് ഇഷ്ടമാണ്. പിന്നെ ആക്സസറീസിൽ വരുമ്പോഴത്തേനും വാച്ചർ മസ്റ്റ് ഹാവ് ആണ്. ഇനി നമ്മുടെ സമയം എത്ര ശരിയല്ലെങ്കിലും സമയം നോക്കിയല്ലേ പറ്റൂ. ഇത് കണ്ടപ്പോഴാണ് സത്യത്തിലൊരു തൃപ്തിയായത്. ഇനി 2 കൈയിലും ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊള്ളാം. ഞാൻ അങ്ങനെ റിങ്സ് ഒന്നും ഇടാറില്ല, ഇട്ടപ്പോൾ ഒരു സന്തോഷം. ഇനി കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ആവാം. നെക്സ്റ്റ് സവാനയിൽ നിന്ന് മേടിച്ചൊരു പിൻട്രസ്റ്റ് ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. എപ്പോൾ ഇട്ടാലും എനിക്ക് ഹാപ്പിനെസ് ആണ്. എല്ലാവരും കാണിക്കുന്ന പോലെ ഒരു ചെരുപ്പൊക്കെ കാണിക്കാം. ഹൈറ്റ് ഇല്ലാത്ത ആരെങ്കിലും ഫ്ലാറ്റ്സ് ഇടുന്ന കണ്ടിട്ടുണ്ടോ ഗൈസ്? എന്നാ കണ്ടോളൂ, എനിക്ക് ഫ്ലാറ്റ്സ് മാത്രമേ പറ്റൂ. എന്നിട്ട് നമ്മൾ ഈ സൂക്കിന്റെ ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്ത് വലുതല്ലേ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഉടനെ തന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.